ചൈൽഡ്ഹുഡ് തൊട്ട് ഇത് തന്നെ കാണുന്ന തുടങ്ങി. മാർക്കറ്റിൽ കിട്ടുന്ന മേക്കിംഗ് ചാർജ് ഏറ്റവും ലോവസ്റ്റ് യൂറോപ്യൻ സ്റ്റൈലിൽ വന്ന ഡിസൈൻസ് ആണ്. തുടങ്ങിയ സമയത്ത് കണ്ട കസ്റ്റമേഴ്സ്, ഇന്നത്തെ ജനറേഷനിൽ വന്ന കസ്റ്റമേഴ്സ്, ഇന്നത്തെ ജനറേഷനിൽ വന്ന കസ്റ്റമേഴ്സ്. നമുക്കിവിടെ ബേസിക്കലി ഒരു 8 grams തൊട്ട് ആൻറ്റി കളക്ഷൻസ് ഉണ്ട്. ഓരോ പ്രോബ്ലം ഫേസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ്. പണ്ട് എല്ലാവരും ഡയമണ്ട് യൂസ് ചെയ്യാനൊരു പേടിയായിരുന്നു. ബ്രാൻഡ് ടോക്സ് ബൈ BJPSലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് മഹിളാ ജ്വല്ലേഴ്സിൻ്റെ ഉടമയായ ബാബു തോമസ് സാറാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ബിസിനസ്സാണ്. അത് അടുത്ത തലമുറയായിട്ട് വന്നപ്പം പുള്ളി ടേക്ക് ഓവർ ചെയ്ത് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. കൂട്ടത്തിൽ പുള്ളിക്ക് വേറെയും ബിസിനസ്സുകളുണ്ട്. എന്തായാലും വെൽക്കം ടു ദ ഷോ സാർ. താങ്ക് യു. സാറേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പം, അതായത് ഇപ്പം ഫാദർ ആയിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഫൗണ്ടറിൽ നിന്ന് സാറിലേക്ക് ഇത് എങ്ങനെയാണത് കൈമാറി വന്നത്? അതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടാവില്ലേ? എങ്ങനെയാണ് സാർ ഇതിലേക്ക് ഇങ്ങനെ ഇത് ഇത്രമാത്രം ഒന്ന് നന്നാക്കി കൊണ്ടുവരാനുള്ള ഒരു സാറിൻ്റെ ഒരു എന്തൂസിയാസം, സാറിൻ്റെ ഒരു ഇൻപുട്സ് ഒക്കെ എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? ഇപ്പം ആക്ച്വലി നമ്മൾ ചെറുപ്പം പോലെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇത് തന്നെ കാണുന്ന തുടങ്ങിയത്. ഗോൾഡ് ഫീൽഡും ആയിട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനോടുകൊണ്ട് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു? അപ്പം യെസ്, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള നമ്മൾ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന് ഇൻവോൾവ്മെന്റ് കൂടി വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇത് നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ആയി. അങ്ങോട്ട് നമ്മളതിനകത്തൊക്കെ ഒന്ന് ഇഴകി ചേർന്നു. അതെ തന്നെ. അപ്പം അന്ന് മുതൽ നമ്മൾ ഈ മേക്കിംഗ് ഒക്കെ നമ്മൾ ആ സമയത്ത് തന്നെ അതിനകത്തൊക്കെ ഇടപെട്ടിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ നമ്മൾ ആക്റ്റീവായിരുന്നു അന്നേ തന്നെ. നമുക്ക് ഏകദേശം അതിൻ്റെ 0 to എന്താ പറയുക, അതിൻ്റെ ഒരു പ്രൊസീജിയർ നമുക്ക് ഏകദേശം അന്നേ തന്നെ ഒരു ഐഡിയ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാ ദിവസം ഗ്രോ ചെയ്യാണല്ലോ, പഠിച്ചുകൊണ്ടാണല്ലോ ഗ്രോ ചെയ്യണത്. അപ്പം ഞാൻ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇപ്പം ഫാദറിൻ്റെ ഒരു സെയിം റൂട്ട് ഫോളോ ചെയ്യണമെന്ന് എപ്പോഴും ഇല്ലല്ലോ. ഓരോ ജനറേഷനും വ്യത്യാസമുണ്ട്. അപ്പം സാറിന് വ്യത്യസ്തമായ വേറെ എന്തെങ്കിലും ടേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും? ബേസിക്കലി എൻ്റെ ഡീപ്പ് എന്ന് പറയുന്നത് പണ്ടത്തെ ഫോർമാറ്റ് തന്നെയാണ്. കസ്റ്റമേഴ്സിനെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് എന്താ നീഡ്സ് അത് നമ്മൾ ഇത് ചെയ്യുക. അത് തന്നെയാണ് ബേസിക് പ്രിൻസിപ്പൽ. പിന്നെ നമ്മൾ ജനറേഷൻ അനുസരിച്ച് ഉള്ള ചെറിയ ചേഞ്ചസ്, അതിൻ്റെ ഡിഫറൻസ് പെർസ്പെക്റ്റീവ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഫാക്ടർ, അങ്ങനെ. പിന്നെ മേക്കിംഗ് ചാർജിൻ്റെ ഇത് പണ്ട് ആൾക്കാർ ഇത്രയും മേക്കിംഗ് ചാർജ് ഇത്രയും അങ്ങനെ ഇതായിരുന്നില്ല. പണ്ട് ആ ഒരു പ്രിൻസിപ്പൾ ഡിഫറെൻ്റ് ആയിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ. ഓക്കെ, ഫാദറിന്റെ ആ ടൈമിൽ. അതെ. മേക്കിംഗ് ചാർജ് അന്ന് എല്ലാവരും അറിയില്ല എത്ര എങ്ങനെയാണെന്ന്. ഇപ്പോഴത്തെ ആൾക്കാർ കസ്റ്റമേഴ്സ് ചോദിച്ചു വരും, മേക്കിംഗ് ചാർജ് ഇത്രയാണെന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് മേക്കിംഗ് ചാർജിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മേക്കിംഗ് ചാർജ് ഏറ്റവും ലോവസ്റ്റിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയി. അതെ, കുറച്ച് ട്രാൻസ്പെറൻസി ആയി. അപ്പോൾ ശരിക്കും ഫാദർ ആയിട്ടിരുന്നപ്പോഴേ, എനിക്ക് പണ്ട് നമ്മുടെ ഷോപ്പ് ബ്രോഡ്വേയിലായിരുന്നില്ല. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതല്ലേ? അപ്പം അതെങ്ങനെ ഫാദർ ഉള്ളപ്പോൾ മാറിയതാണോ, ഇല്ല താങ്കളുടെ ഒരു ഐഡിയയിൽ മാറിയതാണോ? ഇല്ല, ഫാദർ ഒരു 2019 ഫാദർ മരിച്ചു. അപ്പൊ അതിനുശേഷം ടേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു ഐഡിയ വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്പേസ് വന്നപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് സാറിന്റെ ഒരു ഐഡിയ ആണ് അവിടെ നിന്ന് മാറി ഒരു പ്രൈം ലൊക്കേഷനിലേക്ക് വരിക. അതെ, തീർച്ചയായും. അപ്പൊ അവിടെ നിന്ന് നമ്മുടേതായ ഒരു ഇന്നിങ്സ് തുടങ്ങി. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഓർണമെന്റ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഓർണമെന്റ്സ് ഡിസൈൻ ചെയ്യുന്നത് ഒരു ട്രെൻഡാണല്ലോ. അത് എന്ത് ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നതൊക്കെ എന്ത് ബേസിസിലാണ് നമ്മളൊരു ഡിസൈൻസ് ഒക്കെ നമ്മുടെ ഒരു മൈൻഡിൽ ആ ഡിസൈൻസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഈ ട്രെൻഡ് ആയിരിക്കും ഇന്നത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുക, അങ്ങനെ അതൊക്കെ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? ട്രെൻഡ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പം ട്രെൻഡ് ലൈറ്റ് വെയ്റ്റ് ട്രെൻഡാണ് കൂടുതലും, പ്രത്യേകിച്ച് ഡെയിലി യൂസിന്. ഇപ്പോഴത്തെ എല്ലാവരും ഡെയിലി യൂസിന് കൂടുതൽ ബൾക്കായിട്ടുള്ള ഓർണമെന്റ്സ് ഇടില്ല. യെല്ലോ ഗോൾഡിനോട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ ലൈറ്റ് വെയ്റ്റിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് കൊണ്ടുവരിക. പിന്നെ ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ വെയിറ്റ് കൂടി ചെയ്തിട്ട് കാര്യമില്ല. യെല്ലോ ഗോൾഡ് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ സാധാ യെല്ലോ ഗോൾഡ് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കളറും വേറെ കളറിൽ കിട്ടും, റോസ് ഗോൾഡിൽ കിട്ടും, വൈറ്റ് ഗോൾഡിൽ കിട്ടും, റോഡിയം പോളിഷിൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ അതൊക്കെ യൂറോപ്യൻ സ്റ്റൈലിൽ വന്ന ഡിസൈൻസ് ആണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടി ഡിസൈൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിനെ മാക്സിമം പുതിയ കളക്ഷൻ നമ്മൾ അവർക്ക് അവൈൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ
കൊണ്ടുവരാൻ തുടങ്ങി. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മുടെ കളക്ഷൻസ് ഏതൊക്കെ ടൈപ്പാണ്? അപ്പം ചെറിയ രീതിയിലാണോ ലാൻഡി കളക്ഷൻസ് ഒക്കെ? നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു പ്രീമിയം കളക്ഷൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റിലാണ്. നമ്മൾ സാധാരണ നോർമലി ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആൻറ്റിക്കും അതൊക്കെ വെയിറ്റും കൂടിയ ഐറ്റംസ് ആയിരിക്കും. ഓക്കെ. നമുക്കിവിടെ ബേസിക്കലി ഒരു 8 grams തൊട്ട് ആൻറ്റി കളക്ഷൻസ് ഉണ്ട്. ബാംഗിൾസ് ആണെങ്കിലും നെക്ലസ് ആണെങ്കിലും ചോക്കേഴ്സ് ആണെങ്കിലും ആൻറ്റി കളക്ഷൻ 8 grams ചെട്ടിനാട് 8 grams അതൊക്കെ നമുക്ക് ബേസിക് ചെറിയ ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് പല പല ഡിസൈൻസിൽ കസ്റ്റമർ ഡിസൈൻ കൊണ്ടുവന്നാൽ നമുക്ക് അതും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. ഇതിപ്പം മഹിളാ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലാരിവട്ടത്താണ്, എറണാകുളത്ത്. അപ്പം എങ്ങനെയാണ് ഈ പാലാരിവട്ടം ലൊക്കേഷൻ ചൂസ് ചെയ്തതിന് എന്തെങ്കിലും ബാക്കിൽ ലോജിക് ഉണ്ടോ? നമ്മള് പാലാരിവട്ടത്ത് നമുക്കൊരു സ്കോപ്പ് നമ്മൾ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പാലാരിവട്ടം ലൊക്കേഷൻ ചൂസ് ചെയ്തത് ആക്ച്വലി. അതുകൊണ്ട് അതിൽ വേറെ പുറകിലൊരു ഇതില്ല. ഇവിടെ ഷോപ്സ് കുറവാണെന്ന് തോന്നി. അപ്പോൾ ഇവിടെ നമുക്കൊരു ലൊക്കേഷൻ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് സ്റ്റഡി ചെയ്തപ്പോൾ അങ്ങനെ തോന്നി. അതായത് എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം. ബ്രോഡ്വേ മൊത്തം തിരക്കായി, അതെ, ആളുകൾക്ക് വന്നു പോലൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. സാറേ ഇപ്പം ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയ സമയത്ത്, അതായത് ഫാദറിൻ്റെ കാലം കഴിഞ്ഞ് ഫുള്ളായിട്ട് ടേക്ക് ഓവർ ചെയ്തു, ഷോപ്പ് വന്നു കഴിഞ്ഞപ്പം സാറിൻ്റെതായ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി നമുക്ക് ഓരോ പ്രോബ്ലംസ് വരും. അത് നമ്മൾ ഓരോ പ്രോബ്ലം ഫേസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ്റെ ഒരു കഴിവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും ഡെയിലി പ്രോബ്ലംസ് നമ്മൾ അത് ഫേസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു സക്സസ്ഫുൾ ഒരു ബിസിനസ് മാൻ്റെ ഒരു മന്ത്ര എന്നാണ് ഞാൻ കരുതുന്നത്.